നമസ്കാരം. ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം. NIACLന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമുക്ക് നേരെ നോട്ടിഫിക്കേഷനിലേക്ക് പോവാം. ന്യൂ ഇന്ത്യ ഇൻഷുറൻസ് കമ്പനി ലിമിറ്റഡ് അതിൻ്റെ നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ AO പോസ്റ്റിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നേക്കുന്നത്. AO പോസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ബാങ്കിൻ്റെ മാനേജർ പോസ്റ്റിലേക്കുള്ള ആ ഒരു ലെവലിലുള്ള പോസ്റ്റാണ് ഇവിടെ AO എന്ന് പറയുന്നത്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്നാണ് ഫുൾ ഫോം ആയിട്ട് വരിക. അപ്പം അതിലേക്കുള്ള നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അതിൽ 550ഓളം പോസ്റ്റുകളിലേക്കുള്ള വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 550 വേക്കൻസി എന്ന് പറഞ്ഞാലും ഇത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇതിൽ റിസ്ക് എഞ്ചിനീയറുടെയും ഓട്ടോമൊബൈൽ എഞ്ചിനീയറുടെയും ലീഗൽ സ്പെഷ്യലിസ്റ്റിൻ്റെയും അക്കൗണ്ട് സ്പെഷ്യലിസ്റ്റിൻ്റെയും AOയുടെയും IT സ്പെഷ്യലിസ്റ്റ്, ബിസിനസ് അനാലിസിസ്റ്റ്, കമ്പനി സെക്രട്ടറി. ഓക്കെ, അപ്പോൾ ഇത്രയും സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളിലേക്കാണ് എന്ത് ചെയ്തിരിക്കുന്നത്, നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. ഈ 550 വേക്കൻസി, ടോട്ടലുള്ള 550 വേക്കൻസി ഇതിലേക്ക് സ്പ്രെഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ റിസ്ക് എഞ്ചിനീയർക്ക് ടോട്ടൽ 50 വേക്കൻസി, ഓട്ടോമൊബൈൽ എഞ്ചിനീയർക്ക് ടോട്ടൽ 75 വേക്കൻസി, ലീഗൽ സ്പെഷ്യലിസ്റ്റിന് 50 വേക്കൻസി, അക്കൗണ്ടന്റ് സ്പെഷ്യലിസ്റ്റിന് 25, AOയ്ക്ക് 50, IT സ്പെഷ്യലിസ്റ്റ് 25, ബിസിനസ് അനലിസ്റ്റിന് 75, കമ്പനി സെക്രട്ടറിക്ക് 2, ആക്ച്വറിയൽ സ്പെഷ്യലിസ്റ്റിന് 5, അതുപോലെ തന്നെ ജേർണലിസ്റ്റിന് 193 വേക്കൻസിയുമാണുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് 550 വേക്കൻസി എന്ന് പറയുന്നത്. അപ്പം ഇത് സ്പെഷ്യലിസ്റ്റ് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ്, ഉറപ്പായിട്ടും എന്തുണ്ടാവും, ഇതിനൊക്കെ സ്പെഷ്യൽ ക്വാളിഫിക്കേഷൻസും വേണ്ടിയിട്ട് വരും. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്നുള്ള കാര്യം ഈ പേജ് തന്നെ പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. അപ്പോൾ അതിനു മുമ്പേ നമുക്കിതിൻ്റെ ഡേറ്റ് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ തന്നിട്ടുണ്ട്. ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് തുടങ്ങുന്നത് ഓഗസ്റ്റ് 7-ാം തീയതിയാണ്. ഓഗസ്റ്റ് 7-ാം തീയതി തൊട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓഗസ്റ്റ് 30 വരെ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ മാസം മൊത്തം കൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് അവസാനത്തെ ആഴ്ചയിലേക്ക് പോകരുത്, അതിനു മുമ്പ് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇതിൻ്റെ ഫേസ് എക്സാം 2 ഫേസ് ആയിട്ടാണ് എക്സാം വരിക. ആദ്യത്തെ ഫേസ് എക്സാം വരുന്നത് 14 സെപ്റ്റംബറിനാണ് ആദ്യത്തെ ഫേസിന് ഡേറ്റ് കൊടുത്തേക്കുന്നത്. അതായത് അടുത്ത മാസമാണ് എന്ത് ചെയ്യുക, ആദ്യത്തെ എക്സാം നടക്കുക. IBPS ക്ലർക്കിൻ്റെയും SBI ക്ലർക്കിൻ്റെയും ഒക്കെ സ്റ്റാർട്ടിംഗ് പ്രിലിംസിൻ്റെ ഡേറ്റ് പറഞ്ഞിരിക്കുന്നതും ഇതേ സെപ്റ്റംബറിൽ തന്നെയാണെന്നുള്ള കാര്യം മറക്കണ്ട. പിന്നെ മെയിൻസിൻ്റെ എക്സാം പറയുന്നത്, ഇതിൻ്റെ മെയിൻസിൻ്റെ എക്സാം ഒക്ടോബർ ലാസ്റ്റ് വീക്കോട് നടക്കും. ഒക്ടോബർ ലാസ്റ്റ് വീക്കോടുകൂടി ഇതിൻ്റെ മെയിൻസിൻ്റെ എക്സാം നടക്കും. അപ്പം അതും നവംബറിലാണ് എന്ത് ചെയ്യുന്നത്, IBPSൻ്റെയും SBIയുടെയൊക്കെ മെയിൻസിൻ്റെ എക്സാം നടക്കുക. അപ്പം ഇതെല്ലാം ഏതാണ്ട് ഒരേ ടൈം പീരീഡിൽ നടക്കുന്ന ഒരേ സിലബസും പാറ്റേണും കാര്യങ്ങളുള്ള എക്സാമാണ്. നമുക്ക് ഒറ്റ കോഴ്സ് പഠിച്ചാൽ മതിയാകും, അല്ലെങ്കിൽ ബാങ്കിൻ്റെ ഒറ്റ ഇത് പഠിച്ചാൽ മതിയാകും നമുക്ക് എന്ത് ചെയ്യാനായിട്ട്, ഈ എക്സാംസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് IBPSും SBIയും ഒക്കെ അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, ഈ AO പോസ്റ്റിലേക്കും കൂടി അപ്ലൈ ചെയ്തിരിക്കണം. നമുക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷനെ പറ്റി നോക്കാം. എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വരുമ്പോഴത്തേക്കും ഇതിൽ ആദ്യം ജേർണലിസ്റ്റിൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. ജേർണലിസ്റ്റിൻ്റെ ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷനാണ്. ഏത് വിഷയത്തിലാണെങ്കിലും കുഴപ്പമില്ല, ഏതെങ്കിലും റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഗ്രാജുവേഷൻ വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതിപ്പം BSc ആണെങ്കിലും BA ആണെങ്കിലും BCom ആണെങ്കിലും BTech ആണെങ്കിലും വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഒരു പ്രശ്നം ഇവിടെ പറയാനുള്ളത്, 60% മാർക്ക് ഉള്ളവർക്ക് മാത്രം, മിനിമം 60% മാർക്ക് ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇത് SC ST PWD കാൻഡിലേക്ക് വരുമ്പോഴത്തേക്കും 55% അവർക്ക് പെർസെൻറ്റേജ് ആയിട്ട് പറയുന്നത്. ഇതിനെ പോസിറ്റീവായിട്ട് കാണുക. ഇനി ഇതിപ്പോൾ ജേർണലിസ്റ്റിൻ്റെ കാര്യമാണ്. ജേർണലിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഏതെങ്കിലും ഒരു ഡിഗ്രി ഉള്ള എല്ലാവർക്കും എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളിലേക്ക് പോകുമ്പോഴത്തേക്കും അങ്ങനെ ഏതെങ്കിലും ഒരു ഡിഗ്രി മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. നമുക്കിപ്പം ഇതിനകത്ത് റിസ്ക് എഞ്ചിനീയറുടെ പോസ്റ്റിലേക്കാണ് നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെങ്കിൽ നമുക്ക് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. ഏത് സ്ട്രീമിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 60% മാർക്ക് എന്താണ്, അത് വേണം. SC ST ആണെന്നുണ്ടെങ്കിൽ 55% മാർക്ക് മതിയാകും. ഇനി ഓട്ടോമൊബൈൽ എഞ്ചിനീയറാണ് പോസ്റ്റിലേക്കാണ്, അതിലേക്കാണ്, ആ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതുണ്ട് എങ്കിൽ നിങ്ങൾക്ക് BE or BTech, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിൽ തന്നെ എന്ത് വേണം, BTech വേണം. അതുപോലെ തന്നെ 60% മാർക്കും എന്ത് ചെയ്തിരിക്കണം, സ്കോർ ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. അല്ലാന്നുണ്ട് എങ്കിൽ ഏതെങ്കിലും ഗ്രാജുവേഷൻ ഇൻ എനി ബ്രാഞ്ച് ഓഫ് എഞ്ചിനീയറിംഗ് വിത്ത് മിനിമം 60% ടുഗദർ വിത്ത് എ ഡിപ്ലോമ ഇൻ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് എന്നാണ് പറയുന്നത്. അതായത് ഏതെങ്കിലും ഒരു സ്ട്രീമിൽ എഞ്ചിനീയറിംഗ് ബിരുദമുണ്ട്, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ എന്തുവാണ്, ഡിപ്ലോമയും കൂടെ വേണം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗിൽ. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഈ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ലീഗൽ സ്പെഷ്യലിസ്റ്റിൻ്റെ പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ വേണം. ഏതിൽ വേണം, ലോയിൽ വേണം. അതായത് നിങ്ങൾ LLBയോ LLMോ എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടാവണം. പക്ഷെ അവിടെയും നിങ്ങൾക്ക് എന്ത് വേണം, മിനിമം 60% മാർക്ക് വേണം. SC ST കാൻഡിഡേറ്റിന് 55% മാർക്ക് മതിയാകും. ഇനി അക്കൗണ്ടന്റ് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി പഠിച്ചിട്ടുണ്ടാവണം. അതുപോലെ തന്നെ അതിനെത്ര 60% മാർക്കും എന്താണ് മിനിമം ആയിട്ട് പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ MBA ഫിനാൻസ്
M.Com ആയാലും കുഴപ്പമില്ല, 60% മാർക്കോടുകൂടി നിങ്ങൾ പാസ്സായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ AO ഹെൽത്ത് എന്ന് പറയുന്നത് MBBS, MD, MS, PG, മെഡിക്കൽ ഡിഗ്രി ഓർ BDS, MDS ഒക്കെ വളരെ ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ട് എങ്കിൽ എന്താനായിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, നിങ്ങൾക്ക് ഈ AO ഹെൽത്തിൻ്റെ പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം നോക്കിയിട്ട് നിങ്ങൾ ഏതിലാണ് ക്വാളിഫൈഡ് ആയിട്ടുള്ളത് അതിലേക്ക് അപ്ലൈ ചെയ്യുക. വേക്കൻസിയും കൂടെ നോക്കണം. അതുപോലെ തന്നെ IT സ്പെഷ്യലിസ്റ്റ് ആണെങ്കിൽ BE or BTech or ME or MTech ഇൻ IT or കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു സ്ട്രീമിൽ എന്താണ് BE BTech പാസ്സായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അതിൽ IT സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ MCA, അതും 60% മാർക്കോടുകൂടി നിങ്ങൾ MCA പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, IT സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബിസിനസ് അനലിസ്റ്റ് പോസ്റ്റിലേക്കുണ്ട്. അതിലാണെന്നുണ്ടെങ്കിൽ എന്താണ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് വേണം. ഏതാണ് സ്റ്റാറ്റിസ്റ്റിക്സിലോ മാത്തമാറ്റിക്സിലോ ആക്ച്വറി സയൻസിലോ ഡേറ്റാ സയൻസിലോ ബിസിനസ് അനലിസ്റ്റ് ഫ്രം റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി അതിലും എന്ത് ചെയ്യണം, 60% മാർക്കോടുകൂടി ഈ കോഴ്സ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം. ഇനി കമ്പനി സെക്രട്ടറി പോസ്റ്റിലേക്കാണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ ACS ഓർ FCS അതിലൊരു കോഴ്സ് സർട്ടിഫിക്കറ്റ് വേണം. അതിനോടൊപ്പം തന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിങ്ങൾ എന്താണ് ഗ്രാജുവേഷൻ എടുത്തിട്ടുണ്ടായിരിക്കണം 60% മാർക്കോടുകൂടി. ഇത് രണ്ടും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, കമ്പനി സെക്രട്ടറി പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. ഇനി അടുത്തൊരെണ്ണം കൂടെ പറയുന്നുണ്ട്, ആക്ച്വറി സ്പെഷ്യലിസ്റ്റ്. അതിൽ പറയുന്നത് ഗ്രാജുവേഷൻ അല്ലെങ്കിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ഏതെങ്കിലും ഒരു സ്ട്രീമിൽ വേണം, 60% മാർക്കും വേണം. അതിനോടൊപ്പം തന്നെ ഈ ആക്ച്വറി പേപ്പേഴ്സ് ഫ്രം IAI ഓർ IFOA അതിനോടൊപ്പം തന്നെ എന്താണ് ഈ ആക്ച്വറി സ്പെഷ്യലിസ്റ്റ് അതിൻ്റെ കോഴ്സ് നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം എന്നാണ് ഒരു ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത്. അപ്പോൾ നോക്കുക, ഇതിൽ ഓരോന്നിനും വേക്കൻസി നോക്കുക. വേക്കൻസി നോക്കിയിട്ട് നിങ്ങൾ ആ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണോ അതോ ജനറൽ പോസ്റ്റിലേക്കാണോ എന്നുള്ള കാര്യം തീരുമാനിച്ചതിന് ശേഷം വേണം അപ്ലൈ ചെയ്യാനായിട്ട്. ജനറൽ പോസ്റ്റിലാണെന്നുണ്ട് എങ്കിൽ എന്താണ് വേക്കൻസി ഒരുപാട് കൂടുതലുണ്ട്. ഈ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്ക് വരുമ്പോഴത്തേക്കും വേക്കൻസി അനുസരിച്ച് കുറവാണ്. അപ്പോൾ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്, അപ്ലൈ ചെയ്യാനായിട്ട്. ഇനി ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് സർവീസ് കണ്ടീഷൻസ് അവർ പറയുന്നുണ്ട്. അതായത് നമുക്ക് സർവീസ് ജോയിൻ ചെയ്തു ആദ്യത്തെ ഇനിഷ്യൽ പ്ലേസിൽ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം 5 ഇയർ എങ്കിലും എന്ത് ചെയ്യണം, സെർവ് ചെയ്യണമെന്നാണ് പറയുന്നത്. ഇത് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ പോസ്റ്റ് ആയതുകൊണ്ട് നമുക്ക് പാൻ ഇന്ത്യയിലായിരിക്കും പോസ്റ്റിംഗ് കിട്ടുക. എവിടെ പോസ്റ്റിംഗ് കിട്ടിയാലും ആദ്യത്തെ 5 കൊല്ലം ആ ഇനിഷ്യൽ പ്ലേസിൽ തന്നെ നമുക്ക് എന്തായിരിക്കും, അവിടെ തന്നെ ആയിരിക്കും പോസ്റ്റിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ തന്നെ നിൽക്കണം എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ പ്രൊബേഷൻ്റെ കാര്യവും അടുത്ത ഇതിൽ പറയുന്നുണ്ട്. രണ്ടാമത്തെ കാര്യമായിട്ട് പറയുന്നുണ്ട്, പ്രൊബേഷൻ 1 വർഷത്തെ പ്രൊബേഷനാണ് പറയുന്നത്. ജോയിനിങ് ഡേറ്റ് തൊട്ട് 1 വർഷത്തെ പ്രൊബേഷനാണ് പറയുന്നത്. പിന്നെ ഒരു ഗ്യാരണ്ടി ബോണ്ടിൻ്റെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഒരു 4 വർഷം മിനിമം നമ്മൾ എന്ത് ചെയ്യണം, അവിടെ സെർവ് ചെയ്യണമെന്നും പറയുന്നുണ്ട്. ഈ 4 വർഷം നമ്മൾ സെർവ് ചെയ്യാണ്ട് ഈ ബോണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ 1 വർഷത്തെ ഗ്രോസ് സാലറി നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും, ഫൈനായിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും എന്നാണ് പറയുന്നത്. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പറഞ്ഞു വിടുകയാണെന്നുണ്ട് എങ്കിൽ നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്തോ ആ ഗ്രോസ് സാലറിയും അതിനോടൊപ്പം തന്നെ ഒരു 25,000 രൂപ 25,000 അഡീഷണൽ എമൗണ്ടും കൂടെ പേ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അവിടെ നിന്ന് ഇറങ്ങി പോരാനായിട്ട് പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതായത് നമുക്ക് ഇനിഷ്യൽ പോസ്റ്റിംഗ് കിട്ടിയത് അവിടെയാണെന്നുണ്ടെങ്കിൽ അവിടെ 5 കൊല്ലം അവിടെ നിന്നേ പറ്റത്തുള്ളൂ. അവിടെ നമുക്ക് ട്രാൻസ്ഫർ ഒന്നും ചോദിച്ചിട്ട് വരാനായിട്ട് പറ്റത്തില്ല. അതേസമയം അവിടെ നിന്ന് കളഞ്ഞിട്ട് പോരാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നമ്മൾ നേരിടേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ബുദ്ധിമുട്ട് സഹിച്ച് നമ്മളിത് അപ്ലൈ ചെയ്യണോ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സാലറി സ്കെയിൽ നോക്കിയിട്ട് വേണം അത് നമ്മൾ തീരുമാനിക്കാനായിട്ട്. സാധാരണ ഒരു ക്ലർക്കിന് അല്ലെങ്കിൽ ഒരു ബാങ്ക് മാനേജർക്ക്, ഒരു POയ്ക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സാലറി അലവൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്. നോക്കുക, മെട്രോപൊളിറ്റൻ സിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ഓൺ ആൻ ആവറേജ് 90,000 തന്നെ നമുക്ക് എന്ത് കിട്ടും, സ്റ്റാർട്ടിങ്ങിൽ സാലറി കിട്ടും. ഓക്കെ, സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത്രയും വലിയൊരു പാക്കേജ് എന്ന് പറഞ്ഞാൽ നല്ലൊരു പാക്കേജാണത്. അപ്പോൾ അത് തരുമ്പം ഉറപ്പായിട്ടും അതിൻ്റെതായ കുറച്ച് കണ്ടീഷൻസും കൂടെ വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ, എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ ആദ്യത്തെ 5 കൊല്ലം അത് നിൽക്കുവാണെന്നുണ്ടെങ്കിൽ തന്നെ ബാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എന്തായിരിക്കും, സുഖമായിരിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യണം. നിങ്ങൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി, ബാങ്കിൽ മാനേജറായിട്ടോ ഒക്കെ വർക്ക് ചെയ്യുന്ന ആളാണെങ്കിൽ കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ക്വാളിഫൈഡ് ആണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്തിട്ട് എക്സാം എഴുതാനായിട്ട് ശ്രമിക്കുക. കാരണം അതിലും നല്ലൊരു പാക്കേജ് ഇവിടെ അവർ പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, നമ്മളെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഓഗസ്റ്റ് 1-ാം തീയതി 2025 അതിനോടകം നമ്മൾ എന്ത് ചെയ്തിരിക്കണം, പാസ്സായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ഈ ഡേറ്റിന് മുമ്പേ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അതുപോലെ തന്നെ പാസിങ്ങിൻ്റെ മാർക്കിൻ്റെ കാര്യമൊക്കെ അത് വളരെ വിശദമായി പറയുന്നുണ്ട്. നമുക്ക് കിട്ടിയിരിക്കുന്ന 59.99% ആണെന്നുണ്ടെങ്കിൽ
അതിന് എന്താണ് 60% ലെസ് ആയിട്ടായിരിക്കും എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം ഏജിനെ പറ്റിയാണ് ഇതിനകത്ത് പറയുന്നത്. ഏജ് പറയുമ്പോഴത്തേക്കും PO പോസ്റ്റ് പോലെ തന്നെയാണ് 21 വയസ്സ് തൊട്ട് മിനിമം 21 വയസ്സ് തൊട്ട് മാക്സിമം 30 വയസ്സ് വരെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇതിനിടയ്ക്കുള്ള ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുന്നത്, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ ഏജിന്റെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/8/2025 ബേസ് ചെയ്തിട്ടായിരിക്കും. ഒന്നുകിൽ നമുക്ക് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട് 1995 ഓഗസ്റ്റ് 2 ശേഷവും 2004 ഓഗസ്റ്റ് 1 മുമ്പും ജനിച്ച ആൾക്കാർക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. ഈ 2 ഡേറ്റും ഉൾപ്പെടെ. അപ്പം ഇതിനിടയ്ക്ക് ജനിച്ച ആൾക്കാർക്കാണ് എന്ത് ചെയ്യാനായിട്ട് പറ്റുക, അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ അതുപോലെ SC ST OBC കാർക്കുള്ള റിസർവേഷൻ്റെ കാര്യവും ഇതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട്. SC ST കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 5 കൊല്ലവും OBC കാൻഡിഡേറ്റ് ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലവും എന്തുണ്ട്, റിലാക്സേഷൻ പറയുന്നുണ്ട്. ഈ അപ്പർ ഏജ് ലിമിറ്റോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം, SC ST ആണെങ്കിൽ 5 കൊല്ലം കൂടെ ആഡ് ചെയ്ത് വിടാം, OBC ആണെന്നുണ്ടെങ്കിൽ 3 കൊല്ലം കൂടെ ആഡ് ചെയ്ത് വിടാം. അതായത് ഇവിടെ അപ്പർ ഏജ് ലിമിറ്റ് പറയുന്നത് എത്ര വയസ്സാണ്, 30 വയസ്സാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ SC ST ആണെന്നുണ്ടെങ്കിൽ 30+5 35 വയസ്സ് വരെയും, OBC ആണെന്നുണ്ടെങ്കിൽ 30+3 33 വയസ്സ് വരെയും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ബാക്കി കാര്യങ്ങളിലേക്ക് വരുമ്പോഴത്തേക്കും സെലക്ഷൻ പ്രൊസീജിയറിനകത്ത് ആദ്യത്തെ ഫേസ് പ്രിലിമിനറി എക്സാം ആണ്. പ്രിലിമിനറി എക്സാമിന് ഒരു 100 മാർക്കിൻ്റെ എക്സാമാണ് നടത്തുക. ഇത് എന്ന് പറയുന്നത് നമ്മുടെ IBPSൻ്റെയൊക്കെ SBIയുടെയൊക്കെ സാധാ പ്രിലിംസ്, ബാങ്കിൻ്റെ പ്രിലിംസ് എക്സാമിൻ്റെ അതേ സിലബസും പാറ്റേണും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. നോക്കുക, പ്രിലിമിനറി എക്സാമിന് 100 ക്വസ്റ്റ്യനും 100 മാർക്കും 1 മണിക്കൂർ സമയവും ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഈ 100 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 3 സ്ട്രീമായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇംഗ്ലീഷ് ഉണ്ട്, റീസണിങ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് അതായത് നമ്മുടെ മാത്സ് ഉണ്ട്. ഇതെല്ലാം ഒബ്ജക്റ്റീവ് മോഡൽ തന്നെയാണ്. ഇംഗ്ലീഷ് 30 മാർക്ക് 30 ക്വസ്റ്റ്യൻ 20 മിനിറ്റ് സമയം. അതുപോലെ തന്നെ റീസണിങ്ങിനും മാത്സിനും 35 വീതം ക്വസ്റ്റ്യൻസും ഉണ്ടാവും, 35 വീതം മാർക്കും ഉണ്ടാവും, 20 മിനിറ്റ് സമയവും ഉണ്ടാവും. ഓക്കെ, ഇതിനകത്ത് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ മാത്രമേ ഉള്ളൂ. ബാക്കി രണ്ടും നമുക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും എന്താണ് ക്വസ്റ്റ്യൻ അവൈലബിൾ ആയിട്ടുണ്ട്. മറ്റേതുപോലെ മറ്റേതിൻ്റെ എക്സാം IBPS ആണെങ്കിൽ SB ആണെങ്കിലും നമുക്ക് വേറെ ലാംഗ്വേജ് കിട്ടുമായിരുന്നു. ഇതിൽ പക്ഷേ അങ്ങനെ കിട്ടത്തില്ല. ഇതിലെന്താണ് ഇംഗ്ലീഷും ഹിന്ദിയും മാത്രമേ എന്തായിട്ടുള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇതിനകത്ത് സെക്ഷൽ കട്ട് ഓഫ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. ഓക്കെ, കാൻഡിഡേറ്റ് ഹാവ് ടു ക്വാളിഫൈ ഈച്ച് ടെസ്റ്റ് സെക്ഷൻ ബൈ സ്കോറിംഗ് പാസിംഗ് മാർക്ക് എന്നാണ് പറയുന്നത്. ഓരോ സെക്ഷനും നമ്മൾ എന്ത് ചെയ്യണം, ക്ലിയർ ചെയ്യണം. അത് പോരാഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഓവറോൾ ഒരു കട്ട് ഓഫ് ഉണ്ടാവും. ആ കട്ട് ഓഫ് നമ്മൾ ക്ലിയർ ചെയ്യണം. ഇത് ക്ലിയർ ചെയ്യുന്ന ആൾക്കാരെ മാത്രമേ മെയിൻസ് എക്സാമിലേക്ക് നമ്മൾ പരിഗണിക്കത്തുള്ളൂ. മെയിൻസിൻ്റെ എക്സാം, ഈ പ്രിലിംസിൻ്റെ എക്സാം ക്വാളിഫൈ നേച്ചറാണ്. മെയിൻസിൻ്റെ എക്സാമിൻ്റെ മാർക്ക് വെച്ചിട്ടാണ് റാങ്ക് ലിസ്റ്റും മറ്റും പബ്ലിഷ് ചെയ്യുക. അതുകൊണ്ട് മെയിൻസിൻ്റെ എക്സാം വളരെ പ്രധാനപ്പെട്ടതാണ്. മെയിൻസിൻ്റെ എക്സാമിലേക്ക് വരുമ്പോഴത്തേക്കും മെയിൻസിൻ്റെ എക്സാമിന് 200 മാർക്കിനാണ്, 200 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 200 മാർക്കിനാണ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഇതിന് ടോട്ടൽ ടൈമായിട്ട് 2.5 മണിക്കൂറാണ് ടോട്ടൽ ടൈം പറയുന്നത്. ഇവിടെയും എന്താണ് 4 വിഷയങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. 4 വിഷയങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് ആദ്യം ഒരു പേപ്പർ റീസണിങ് ഉണ്ടാവും. ആ റീസണിങ്ങിന് 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 40 മിനിറ്റ് സമയം. അത് കഴിഞ്ഞതിന് ശേഷം ഇംഗ്ലീഷ് ഉണ്ടാവും. ഇംഗ്ലീഷും എല്ലാ ഒബ്ജക്റ്റീവ് തന്നെയാണ്. ഇംഗ്ലീഷിന് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 50 മാർക്ക് ഉണ്ടാവും, 40 മിനിറ്റ് സമയം ഉണ്ടാവും. ജനറൽ അവയർനെസ് ഉണ്ട്, ജനറൽ അവയർനെസ് പ്ലസ് കറണ്ട് അഫേഴ്സ്. ഇതിനകത്തായിരിക്കും നമുക്ക് എന്തോ വരിക, നമ്മുടെ കറണ്ട് അഫേഴ്സും ഇൻഷുറൻസ് അവയർനെസ്സും ബാങ്ക് അവയർനെസ്സും മറ്റു കാര്യങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ ജനറൽ അവയർനെസ് എന്നുള്ള ടോപ്പിക്കിനകത്ത് ക്വസ്റ്റ്യൻ വരിക. അവിടെയും 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക് വെച്ചിട്ട് 50 മാർക്ക് ഉണ്ടാവും. 1/2 മണിക്കൂർ സമയമാണ് സെക്ഷൽ ടൈമിംഗ് ഉണ്ടാവും. ഈ സെക്ഷൽ ടൈമിംഗ് എന്ന് പറയുന്നത് ഈ ആദ്യത്തെ, ഇപ്പോൾ നോക്കുക, നമ്മൾ എക്സാം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ആദ്യം കിട്ടിയത് റീസണിംഗ് ആണെന്ന് കരുതുക. ഈ റീസണിങ്ങിൻ്റെ ഈ ആദ്യത്തെ 40 മിനിറ്റ് സമയം നമുക്ക് ഈ റീസണിങ്ങിൻ്റെ 50 ക്വസ്റ്റ്യൻ മാത്രമേ എന്ത് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, അറ്റൻഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, കാണാനായിട്ട് സാധിക്കത്തുള്ളൂ. ഈ 40 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകും. ചിലപ്പോൾ അത് ഇംഗ്ലീഷിലേക്കായിരിക്കും പോവുക. പിന്നെ അടുത്ത 40 മിനിറ്റ് നമുക്ക് എന്താണ് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ്, അതായത് ഈ ഇംഗ്ലീഷിൻ്റെ 50 ക്വസ്റ്റ്യൻസ് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ, കാണാനായിട്ട് അറ്റൻഡ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ. നമുക്ക് ഈ ഇംഗ്ലീഷിൻ്റെ ടൈമിൽ നമുക്ക് തിരിച്ച് റീസണിങ്ങിലേക്ക് പോകാനോ അത് ചെയ്ത് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ജനറൽ അവയർനെസ്സിലേക്ക് പോകാനോ പറ്റത്തില്ല. നമ്മൾ 20 മിനിറ്റ് കൊണ്ട് ഇംഗ്ലീഷ് തീർത്തുവെങ്കിൽ അടുത്ത 20 മിനിറ്റ് നമ്മൾ വെറുതെ ഇരിക്കേണ്ടതായിട്ട് വരും എന്നുള്ളതാണ് സെക്ഷൽ ടൈമിങ്ങിൻ്റെ പ്രത്യേകത. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ജനറൽ അവയർനെസ് ഉണ്ട്. അവിടെ 50 ക്വസ്റ്റ്യൻ 50 മാർക്ക് 30 മിനിറ്റ് സമയം. അത് കഴിഞ്ഞിട്ട് മാത്സ് പറയുന്നുണ്ട്. മാത്സും 50 ക്വസ്റ്റ്യനും 50 മാർക്കും തന്നെയാണ്, 40 മിനിറ്റ് സമയമാണ് പറയുന്നത്. അങ്ങനെ ടോട്ടൽ ഓഫ് 2.5 മണിക്കൂറാണ് ഉള്ളത്. അപ്പം ഇവിടെയും എന്തുണ്ട്, സെക്ഷൽ കട്ട് ഓഫിൻ്റെ കാര്യം പറയുന്നുണ്ട്. നമുക്ക് ഈച്ച് കാൻഡിഡേറ്റ് വിൽ ഹാവ് ടു റിക്കൺ ഒബ്റ്റെയിൻ മിനിമം സ്കോർ ഫോർ ഈച്ച് സെക്ഷൻ എന്നവർ വളരെ വ്യക്തമായി എടുത്ത് പറയുന്നുണ്ട്. അതായത് സെക്ഷൽ കട്ട് ഓഫ് ഇവിടെയും ഉണ്ടാവും. സെക്ഷൽ കട്ട് ഓഫ് കഴിഞ്ഞിട്ട് ഒരു ഓവറോൾ കട്ട് ഓഫും കൂടെ ഉണ്ടാവും. അപ്പം രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രമേ എന്തേ ഉള്ളൂ നമുക്ക് മെയിൻസ് ക്ലിയർ ആയി എന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇത് ജേർണലിസ്റ്റിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞേക്കുന്നത്. ഇനി നിങ്ങൾ സ്പെഷ്യലിസ്റ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ആദ്യത്തെ പേപ്പർ റീസണിങ് ഉണ്ടാവും, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 1/2 മണിക്കൂർ സമയം. ഇംഗ്ലീഷ് ഉണ്ടാവും, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ് സമയം ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ജനറൽ അവയർനെസ് ഉണ്ടാവും, അതും ഉണ്ടാവും. 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് ഉണ്ടാവും, 25 മിനിറ്റ് ഉണ്ടാവും. അത് കഴിഞ്ഞ് ക്വാണ്ടിറ്റി ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടാവും, 40 ക്വസ്റ്റ്യൻ 40 മാർക്ക് 30 മിനിറ്റ്. അത് കഴിഞ്ഞ
കഴിഞ്ഞിട്ട് നമ്മൾ ഏത് സ്ട്രീമിലാണോ എടുത്തത്, ഏത് സ്പെഷ്യലിസ്റ്റ് ആണോ എടുത്തത്, അതിൻ്റെ പ്രൊഫഷണൽ അല്ലെങ്കിൽ ടെക്നിക്കൽ നോളജിനെ പറ്റിയുള്ള എക്സാം ഉണ്ടാവും. അതും ഒബ്ജക്റ്റീവ് തന്നെയാണ്, ആരും പേടിക്കുകയൊന്നും വേണ്ട. ഒബ്ജക്റ്റീവ് എക്സാം തന്നെയാണ് വരിക. അതിൽ 40 ക്വസ്റ്റ്യനും 40 മാർക്കും ഉണ്ടാവും. 35 മിനിറ്റ് സമയവും അതിലുണ്ടാവും. ഓക്കെ, ഇവിടെയും ക്വസ്റ്റിൻ്റെ എണ്ണത്തിലോ മാർക്കിലോ സമയത്തിലോ ഒന്നും വ്യത്യാസമില്ല. 200 ക്വസ്റ്റ്യൻ തന്നെയാണ്, 200 മാർക്കും ഉണ്ടാവും. 1.5 മണിക്കൂർ സമയം തന്നെയാണ് ഇവിടെയും തന്നേക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇത് സ്പെഷ്യലിസ്റ്റ് ആണ് അപ്ലൈ ചെയ്യുന്നതുണ്ടെങ്കിൽ നമ്മുടെ എക്സാമിൻ്റെ പാറ്റേൺ അല്ലെങ്കിൽ സിലബസ് ഇങ്ങനെയായിരിക്കും വരിക. ഈ മെയിൻസിൻ്റെ ഒബ്ജക്റ്റീവ് എക്സാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അന്ന് തന്നെ അപ്പം തന്നെ എന്തുണ്ടാവും? ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും കൂടെ ഉണ്ടാവും. ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് പെൻ ആൻഡ് പേപ്പർ മോഡല്ല, ഓൺലൈൻ മോഡ് തന്നെയാണ്. ടൈപ്പ് ചെയ്താണ് നമ്മൾ ആൻസർ ചെയ്യേണ്ടതായിട്ട് വരിക. ഈ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റിന് 1/2 മണിക്കൂർ സമയവും 30 മാർക്കും ആണ് ഉണ്ടാവും. 30 മിനിറ്റ് സമയവും 30 മാർക്കുമാണ് ഉള്ളത്. ഇതിൽ ഇംഗ്ലീഷിലായിരിക്കും ക്വസ്റ്റ്യൻ എക്സാം നടത്തുക. ലെറ്റർ റൈറ്റിംഗ് ഉണ്ടാവും. അതിന് ലെറ്റർ റൈറ്റിങ്ങും എസ്സേ റൈറ്റിംഗും ഉണ്ടാവും. ലെറ്റർ റൈറ്റിങ്ങിന് 10 മാർക്കും എസ്സേ റൈറ്റിങ്ങിന് 20 മാർക്കുമാണ് ഉള്ളത്. ഇതിൻ്റെ മാർക്ക് നമുക്ക് ഫൈനൽ റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുകയൊന്നുമില്ല. ഇത് ക്വാളിഫൈ നേച്ചറാണ്. അത് നമുക്ക് ഇതിൻ്റെ മിനിമം മാർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ഇതിന് സ്കോർ ചെയ്യണം. ഇതിനെ സ്കോർ ചെയ്താൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? നമ്മൾ അടുത്ത ഫേസിലേക്ക് നമ്മളെ കൺസിഡർ ചെയ്യത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രിലിംസിൻ്റെ എക്സാം എഴുതുന്നു. പ്രിലിംസിൻ്റെ എക്സാമിന് സെക്ഷൽ കട്ട് ഓഫ്, ഒരു ഓറൽ കട്ട് ഓഫ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിൻസിൻ്റെ എക്സാം എഴുതാനായിട്ട് പറ്റും. മെയിൻസിൻ്റെ എക്സാമിനും ഒരു സെക്ഷൽ കട്ട് ഓഫ് ഉണ്ടാവും, ടോട്ടൽ കട്ട് ഓഫ് ഉണ്ടാവും. അത് ക്ലിയർ ചെയ്യുന്നവരുടെ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അവർ ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ എന്നാണ് പറയുന്നത്. അതിൽ പറയുന്നുണ്ട്, ഇത് ക്ലിയർ ചെയ്യുന്നവരുടെ മാത്രം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വുഡ് ബി ഇവാലുവേറ്റഡ് ഓൺലി ഇൻ റെസ്പെക്ട് ടു ദോസ് കാൻഡിഡേറ്റ് ഹു ക്വാളിഫൈ ദി ഒബ്ജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ഒബ്ജക്റ്റീവ് ടെസ്റ്റിൽ ഇൻഡിവിജ്വൽ കട്ട് ഓഫും ഓറൽ കട്ട് ഓഫും ക്ലിയർ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ എന്ത് ചെയ്യത്തുള്ളൂ? അവർ ഇവാലുവേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പം ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ പക്ഷേ എന്താണ്? ക്വാളിഫൈ നേച്ചറാണ്. അതിൻ്റെ മാർക്ക് നമുക്ക് ഒരിക്കലും എടുക്കത്തില്ല. ഇപ്പം 30 പറയുന്നുണ്ട്, അവർ ചിലപ്പോൾ അതിലൊരു 15-20 മാർക്കായിരിക്കും അവർ കട്ട് ഓഫ് പറയുക. നമ്മൾ ആ മാർക്ക് നേടിയാൽ മതിയാകും. ഓക്കെ, ആ മാർക്ക് മുകളിൽ മാർക്ക് നേടിയാൽ മതിയാകും. അത് നേടുവാണെന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ക്വാളിഫൈഡ് ആയിട്ടാണ് പ്രഖ്യാപിക്കും. അത് കഴിഞ്ഞതിന് ശേഷം ഇതിൽ പെനാൽറ്റിയുടെ കാര്യം, നെഗറ്റീവ് മാർക്കിങ്ങിൻ്റെ കാര്യവും പറയുന്നുണ്ട്. 1/4 മാർക്കാണ് നെഗറ്റീവായിട്ട് പറയുന്നത്. ഒബ്ജക്റ്റീവ് എക്സാമിന് 1/4 മാർക്കാണ് നെഗറ്റീവായിട്ട് പറയുന്നത്. അതായത് ഒരു ക്വസ്റ്റ്യൻ തെറ്റുവാണെന്നുണ്ടെങ്കിൽ 1/4 മാർക്കായിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. അങ്ങനെ 4 ക്വസ്റ്റ്യൻ തെറ്റുമ്പോഴത്തേക്കും നമുക്ക് എന്താണ്? 1 മാർക്ക് നഷ്ടപ്പെടും. എഴുതാത്ത ക്വസ്റ്റ്യന്, ബ്ലാങ്ക് ആയിട്ടിട്ട ക്വസ്റ്റ്യന് നമുക്ക് എന്ത് ചെയ്യാണ്? നോ പെനാൽറ്റി ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. ക്വസ്റ്റ്യൻ ലെഫ്റ്റ് ബ്ലാങ്ക് ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നോ ആൻസർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനെന്താണ്? അതിന് പെനാൽറ്റി ഒന്നും ഉണ്ടാവില്ല. അതിന് 0 മാർക്കായിരിക്കും സ്കോർ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്തിട്ട് തെറ്റുവാണെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? ഈ പെനാൽറ്റി ഉള്ളൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. അതായത് ഓരോ ഇൻഡിവിജ്വൽ ടെസ്റ്റിനും സ്കോർ ഉണ്ടാവും. അതുപോലെ തന്നെ ടോട്ടൽ സ്കോറും എന്ത് ചെയ്യും? പരിഗണിക്കും. ഈ രണ്ടും നോക്കും. അത് കഴിഞ്ഞ ശേഷം ഫേസ് 3യിലേക്ക് നമ്മൾ പോകും. ഫേസ് 3 എന്താണ്? ഇൻ്റർവ്യൂ ആണ്. ഇൻ്റർവ്യൂ നമുക്ക് 100 മാർക്കിനായിരിക്കും കണ്ടക്ട് ചെയ്യപ്പെടുക. അത് കഴിഞ്ഞതിന് ശേഷം 75:25 റേഷ്യോയിലാണ് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഓൺലൈൻ എക്സാമിൻ്റെയും ഇൻ്റർവ്യൂവിൻ്റെയും മാർക്ക് നമ്മുടെ ഫൈനൽ റാങ്കിങ്ങിലേക്ക് പരിഗണിക്കുക. അതായത് നമുക്ക് ഓൺലൈൻ എക്സാം, മെയിൻസിൻ്റെ എക്സാം എന്ന് പറയുന്നത്, പ്രിലിംസിൻ്റെ എക്സാം ക്വാളിഫൈ നേച്ചർ ആയിരുന്നു. അത് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാർക്ക് നമുക്ക് വേറെ ഒരിടത്തും പരിഗണിക്കത്തില്ല. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസ് 2 ഒരു ഒബ്ജക്റ്റീവ് എക്സാം എഴുതിയിട്ടുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ അല്ല, ഒബ്ജക്റ്റീവ് എക്സാം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ മാർക്ക് 200 മാർക്കിനായിരുന്നു. ആ 200 മാർക്കിനെ 75 മാർക്കിലേക്ക് കൺവേർട്ട് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത ഇൻ്റർവ്യൂവിൽ ചിലപ്പം 25 മാർക്കിനായിരിക്കും നടത്തുക. ആ 25 മാർക്കും കൂടെ എന്ത് ചെയ്യും? ഇതിനോടൊപ്പം മിക്സ് ചെയ്യും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്തിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുക? ഫൈനൽ മാർക്ക് പറയുക. ആ മാർക്ക് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക? നമ്മുടെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യുക? പബ്ലിഷ് ചെയ്യുക. ഓക്കെ, അപ്പം ഇൻ്റർവ്യൂവും ഒബ്ജക്റ്റീവ് എക്സാമും രണ്ടും ഒരേപോലെ പ്രധാനപ്പെട്ടതാണെന്ന് വേണം നമ്മൾ ഇവിടെ നിന്നിട്ട് മനസ്സിലാക്കാനായിട്ട്. ഈ വരിയിൽ അതിനെപ്പറ്റി വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ഫൈനൽ സെലക്ഷൻ വുഡ് ബി ബേസ്ഡ് ഓൺ കൺസോളിഡേറ്റഡ് മാർക്ക് ഫോർ മെയിൻസ് എക്സാമിനേഷൻ, അതായത് ഒബ്ജക്റ്റീവ് ടെസ്റ്റ്, ഡിസ്ക്രിപ്റ്റീവ് ഇല്ല, ആൻഡ് ഇൻ്റർവ്യൂ എന്നിവിടെ പറയുന്നുണ്ട്. ഫൈനൽ സെലക്ഷൻ്റെ കാര്യത്തിൽ പറയുന്നുണ്ട്. ഇനി ആപ്ലിക്കേഷൻ ഫീയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ SC/ST കാൻഡിഡേറ്റിന് എന്താണ്? 100 രൂപയാണ് എക്സാം ഫീസായിട്ട് പറയുന്നത്. നിങ്ങൾ ബാക്കിയുള്ള കാൻഡിഡേറ്റ് SC/ST അല്ല, PWD അല്ല എന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപയാണ് പേയ്മെൻ്റ് ആയിട്ട് പറയുന്നത്. ഇത് GST ഉൾപ്പെടെയുള്ള പൈസയാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ആപ്ലിക്കേഷൻ ഫീസ് നോട്ട് റീഫണ്ടബിൾ ആണ് എന്നും കൂടെ വളരെ വ്യക്തമായിട്ട് എടുത്ത് പറയുന്നുണ്ട്. പേയ്മെൻറ്റിനും ഈ അപ്ലൈ ചെയ്യാനുള്ള അതേ സമയം തന്നെയാണ് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പം 850 രൂപ ഫീസാണുള്ളത്. ഇപ്പോൾ 750-850 റേഞ്ചിൽ തന്നെയാണ് ബാങ്കിൻ്റെ എക്സാംസും കാര്യങ്ങളൊക്കെ വരിക. ഇതിൻ്റെ സിലബസും പാറ്റേണും കാര്യങ്ങളും എല്ലാം ബാങ്ക് എക്സാമിൻ്റെ അതേപോലെ തന്നെയാണ് വരിക. ഈ സ്പെഷ്യലിസ്റ്റ് ടോപ്പിക്കിൻ്റെ സബ്ജക്റ്റ് ടെക്നിക്കൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ നോളജ് അതിൻ്റെ ഒരു പേപ്പർ എക്സ്ട്രാ വരും. അത് നമ്മൾ പഠിക്കുന്നുണ്ടാവില്ല, ജനറൽ കോഴ്സിൽ പഠിക്കുന്നുണ്ടാവില്ല. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, അതായത് മാത്സ് ആണെങ്കിലും ശരി, റീസണിങ് ആണെങ്കിലും ശരി, ഇംഗ്ലീഷ് ആണെങ്കിലും ശരി, കറണ്ട് അഫയേഴ്സ് അല്ലെങ്കിൽ GK ആണെങ്കിലും ശരി, ഇതെല്ലാം നമ്മൾ എന്ത് തന്നെയാണ്? IBPS-നാണെങ്കിലും SBI-ക്കാണെങ്കിലും ഇൻഷുറൻസിനാണെങ്കിലും എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതേ കോഴ്സ്
തന്നെയാണ്. പുതുതായിട്ട് നിങ്ങൾ കോഴ്സൊന്നും പഠിക്കേണ്ടതായിട്ടൊന്നും വരില്ല. അപ്പം എന്ത് ചെയ്യുക, ബാങ്ക് അപ്ലൈ ചെയ്യുന്ന ആൾക്കാർ ഉറപ്പായിട്ട് എന്ത് ചെയ്യുക, ഈ എക്സാം അറ്റൻഡ് ചെയ്യുക. ഇത് നിങ്ങളുടെ ബാങ്കിൻ്റെ എക്സാമിൻ്റെ അതേ പാറ്റേണും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇവിടെയും വരുന്നത്. അതായത് ഇൻഷുറൻസ് ആണ്, വേറെ എന്തോ സംഭവമാണെന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കരുത്. ഉറപ്പായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. ഉറപ്പായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുക. അപ്പം എല്ലാവരും അപ്ലൈ ചെയ്തിട്ട് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. അപ്പം ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.